വാട്ടർ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽസ് ഉള്ളതുകൊണ്ട് ഇൻ ദ നൈൽ വാലി റീജിയൻ ഓൾസോ ഉണ്ട് റൈറ്റ്. സോ റൈസ് ഈസ് ഗ്രോൺ ഇൻ ഗുനിയ കോസ്റ്റ്, മൊസാംബിക് ആൻഡ് മഡഗാസ്കർ റീജിയൻ ആസ് വെൽ ആസ് ഇൻ ദ നൈൽ വാലി റീജിയൻ. ഇനി മെയ്സ് ആൻഡ് മില്ലറ്റ്സ്. മെയ്സ് ആൻഡ് മില്ലറ്റ്സ് നമ്മൾ ലൈക്ക് ഇന്ത്യ ജോഗ്രഫി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് മെയ്സ് ഓർ മില്ലറ്റ്സ് നമ്മൾ എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്, ട്രാൻസിഷണൽ ക്രോപ്പ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. എസ്പെഷ്യലി മെയ്സിനെ ട്രാൻസിഷണൽ ക്രോപ്പ് എന്നാണ് പറയുന്നത്. കാരണം എന്താ, അരിഡ് ആയിട്ടുള്ള റീജിയനെയും ഹ്യൂമിഡ് ആയിട്ടുള്ള റീജിയന്റെയും ഇടയിലുള്ള സ്ഥലങ്ങളിൽ സെമി അരിഡ് കണ്ടീഷൻസിലൊക്കെ വളരാൻ പറ്റുന്ന ക്രോപ്സ് ആണ് മില്ലറ്റ്സ് ആൻഡ് മെയ്സ് എന്ന് പറയുന്നത് റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താ ലൈക്ക് ഇന്ത്യക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്ന ക്രോപ്പാണ് മില്ലറ്റ്സ്. കാരണം എന്താ, ഇന്ത്യക്ക് മാത്രമല്ല ഈ പറയുന്ന ഈ ലൈക്ക് സബ് സഹേൽ റീജിയൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്താ ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളാണ് റൈറ്റ്, പോവർട്ടി ആൻഡ് ഹങ്കർ ഉള്ള സ്ഥലങ്ങളാണ്. റീസൺ എന്താ, ക്രോപ്പ് ഫെയിലിയർ, ലൈക്ക് വാട്ടറിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൃഷിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആഫ്രിക്കൻ കൺട്രീസാണ്. സോ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നതാണ് മില്ലറ്റ്സ് ആൻഡ് മെയ്സിന്റെ കൾട്ടിവേഷൻ. റീസൺ എന്താ, കാരണം ഫെർട്ടൈൽ അല്ലാത്ത സോയിലാണെങ്കിലും മെയ്സ് ആൻഡ് മില്ലറ്റ്സിന് വളരാൻ വേണ്ടി പറ്റും. പിന്നെ കാര്യമായിട്ടുള്ള ഇറിഗേഷനും ആവശ്യമില്ല റൈറ്റ്. സോ മെയ്സ് ഈസ് ഐഡന്റിഫൈഡ് ആസ് എ ട്രാൻസിഷണൽ ക്രോപ്പ്. ഓക്കെ, സോ മെയ്സ് ആൻഡ് മില്ലറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ പ്ലാറ്റ്യൂ റീജിയൻസ്. ഏതൊക്കെയായിരുന്നു പ്ലാറ്റ്യൂ റീജിയൻസ്? സൗത്ത് ആഫ്രിക്കൻ പ്ലാറ്റ്യൂ റീജിയൻ ഉണ്ട്, ബൈ പ്ലാറ്റ്യൂ റീജിയൻ ഉണ്ട് അല്ലെ. പിന്നെ അടുത്ത് എന്തായിരുന്നു, എത്യോപ്യൻ ഹൈലാൻഡ് റീജിയൻസ് ഉണ്ട്. ഇതൊക്കെ പ്ലാറ്റ്യൂ റീജിയൻസ് ആണ്. സോ ഇൻ ദീസ് റീജിയൻസ് എന്തായിരിക്കും, വാട്ടർ അവൈലബിലിറ്റി കുറവായിരിക്കും, സോയിൽ ഫെർട്ടിലിറ്റി ഒക്കെ കുറവായിരിക്കും. സോ അവിടെയൊക്കെ മെയ്സ് ആൻഡ് മില്ലറ്റ്സിന് വളരാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് മെയ്സ് ആൻഡ് മില്ലറ്റ്സ് ഇൻ ദ പ്ലാറ്റ്യൂ റീജിയൻസ്, സൗത്ത് ആഫ്രിക്കൻ പ്ലാറ്റ്യൂ, എത്യോപ്യൻ ഹൈലാൻഡ്സ് ആൻഡ് ബൈ പ്ലാറ്റ്യൂ റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ദ ക്യാഷ് ക്രോപ്സ്. കോട്ടൺ എവിടെയാണ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്? സം ഓഫ് ദ ബെസ്റ്റ് കോട്ടൺ കംസ് ഫ്രം ഈജിപ്റ്റ്. ഓക്കെ, ഈജിപ്റ്റ് ആൻഡ് സുഡാനിൽ കോട്ടന്റെ കൾട്ടിവേഷൻ ഉണ്ട്. കോഫി കൾട്ടിവേഷൻ ഈസ് ഇൻ എത്യോപ്യ. ഓക്കെ, എത്യോപ്യ അതുപോലെ ലൈബീരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലൈക്ക് കോഫി കൾട്ടിവേഷൻ ഈസ് വെരി സ്ട്രോങ്. ഏതൊക്കെയാ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കോഫി? ഏതൊക്കെയാ കോഫി? കുമിളിനെ നോക്കി, കുമിളി വന്നിട്ടില്ലല്ലേ, ചോദിക്കായിരുന്നു. ഓക്കെ, കോഫിയുടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഏതൊക്കെയാ? കോഫി അറബിക്ക, കോഫി റോബസ്റ്റ ആൻഡ് കോഫി ലൈബീരിയ, അങ്ങനെയൊക്കെ പറയുന്ന വെറൈറ്റീസ് ഉണ്ട് റൈറ്റ്. സോ ദോസ് കോഫി ഈസ് ഫൗണ്ട് ഇൻ എത്യോപ്യ ആൻഡ് ഗാന ഈസ് നോൺ ഫോർ കൊക്കോ. പഴയ നമ്മുടെ നാട്ടിൽ ഈ രണ്ടെണ്ണം ഉണ്ട്, ആദ്യത്തെ രണ്ടെണ്ണം ഉണ്ട്, അറബിക്കയും റോബസ്റ്റയും ഉണ്ട്. ഓക്കെ, എന്താ ഈ ഗാന കൊക്കോയുടെ ആഡ് കണ്ടിട്ടില്ല? മറ്റേ പഴയ ഡയറി മിൽക്കിന്റെ ആഡ് കണ്ടിട്ടുണ്ടോ? ഡയറി മിൽക്ക് ഈസ് മെയ്ഡ് ഫ്രം ദ ഫൈനസ്റ്റ് കോക്കോസ് ഓഫ് ഗാന എന്ന് പറഞ്ഞിട്ട് ഒരു കോക്കോ സീഡിനെ എടുത്തു വെക്കും, അതിന് ക്വാളിറ്റി ഇല്ലാത്ത കാരണം അതിനെ എടുക്കാതെ മാറ്റി വെക്കും. അപ്പൊ അത് കിടന്ന് കരയും. പക്ഷെ കരണ്ടും കരയില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തട്ടിക്കളയുന്നൊരു കണ്ടിട്ടുണ്ടോ? ഓക്കെ, കുറച്ച് നാൾ മുന്നത്തെ ആഡ് ആയിരുന്നു. ഓക്കെ, അപ്പം ഗാനയിലെ കൊക്കോയാണ് ഡയറി മിൽക്കിൽ യൂസ് ചെയ്യുന്നത് റൈറ്റ്. സോ ഫൈനസ്റ്റ് കൊക്കോ ഫ്രം ഘാന ആൻഡ് വെസ്റ്റ് ആഫ്രിക്കൻ റീജിയൻ ഈസ് നോൺ ഫോർ എന്താ, ഓയിൽ പാം. ഓക്കെ, ട്രഡീഷണലി ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ പണ്ട് പ്രാവശ്യം UPSC ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലൈക്ക് ഓയിൽ പാം ഓക്കെ ഈസ് എൻഡമിക് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു. ഓക്കെ, എന്തായാലും കോൺസെപ്റ്റ് ഇതാണ്, ഈസ് ഇറ്റ് എൻഡമിക് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ റൈറ്റ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഓയിൽ പാം പ്രൊഡക്ഷൻ ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഇന്തോനേഷ്യ, മലേഷ്യ, ആ റീജിയൻസാ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത്. ട്രഡീഷണലി പക്ഷെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ലൈക്ക് ആഫ്രിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എൻഡമിക് ആണോന്ന്. എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അവിടെ മാത്രമല്ല, അവിടെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെ നിന്നായിരുന്നു കൊണ്ടുവന്നത്? അപ്പൊ ആഫ്രിക്കയിൽ നിന്നാണ് കൊണ്ടുവന്നത് റൈറ്റ്. അപ്പൊ ഈ ക്രോപ്പ് ആഫ്രിക്കയിൽ നിന്ന് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ എന്തായിരുന്നു, അതിനെ പോളിനേറ്റ് ചെയ്യുന്ന ഒരു ബീ ഇല്ലായിരുന്നു, ബീയോ ബഗ്ഗോ എന്തോ ഒരു സാധനം ഇല്ലായിരുന്നു. ഓക്കെ, ഇൻസെക്ട് ഇല്ലായിരുന്നു. സോ അതിന് വേണ്ടി അപ്പൊ അവിടുത്തെ ഈൽഡ് ഒക്കെ കുറവായിരുന്നു. സോ ഈ ആഫ്രിക്കയിൽ നിന്ന് ആ പറയുന്ന ബീനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പം പോളിനേഷൻ സ്ട്രോങ് ആയപ്പം ലൈക്ക് പ്രൊഡക്ഷൻ കൂടി. ഓക്കെ, സോ ദാറ്റ് ഈസ് വെസ്റ്റ് ആഫ്രിക്ക ഈസ് നോൺ ഫോർ ഓയിൽ പാം, ദെൻ നൈജീരിയ ഈസ് നോൺ ഫോർ ഗ്രൗണ്ട് നട്ട്, സൗത്ത് ആഫ്രിക്ക ഈസ് നോൺ ഫോർ ഷുഗർ കെയിൻ ആൻഡ് സാൻസിബാർ ഈസ് നോൺ ഫോർ ക്ലോവ്. ക്ലോവ് എന്താ? ഗ്രാമ്പൂ. ഓക്കെ, സോ സാൻസിബാർ ഈസ് നോൺ ഫോർ ക്ലോവ്സ്. Okay,
Next is regarding the mineral resource. Next is regarding the mineral resource. The first one is diamonds. Diamonds are taken from the Kimberley mines in South Africa. ഒരു കിംബർലി പ്രോസസ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടോ? ബ്ലഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടോ? ലൈക്ക് ബേസിക്കലി എന്താ ചെയ്യുക, അവിടെയുള്ള ട്രൈബ്സിനെയൊക്കെ കൊന്നിട്ടൊക്കെയാണ് ഈ പറയുന്ന ഡയമണ്ട്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ലൈക്ക് ഓക്കെ, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഡയമണ്ട്സ് ഒക്കെ എടുക്കുന്നത്, റൈറ്റ്? സോ അങ്ങനെ അങ്ങനെയുള്ള ഡയമണ്ട്സിനെ എന്ത് വിളിക്കും? ദേ ആർ കോൾഡ് ആസ് ബ്ലഡ് ഡയമണ്ട്സ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡയമണ്ട്സ് ആണ് നോൺ ആസ് ബ്ലഡ് ഡയമണ്ട്സ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി കിംബർലി പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. So Kimberley mines are known for diamonds in South Africa, and also diamonds are extracted in are also found in Congo and Angola. Also from Congo and Angola. Okay, and gold is extracted from West African region. Okay, West African countries. അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ലൈക്ക് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പറഞ്ഞപ്പം അല്ലെ, ഗോൾഡ് വെയിൻസ് എവിടെയൊക്കെ ഉള്ളേ? ലൈക്ക് ബ്രസീലിന്റെ ഭാഗത്തും വരുന്നുണ്ട്, അതുപോലെ ഗിനിയ കോസ്റ്റിലും വരുന്നുണ്ട്, റൈറ്റ്? സോ വെസ്റ്റേൺ സൈഡ് ഓഫ് ആഫ്രിക്ക ഇസ് നോൺ ഫോർ ഗോൾഡ്. നമീബിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക, ഓൾസോ നമീബിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക. West Africa, Namibia and South Africa is known for gold. Then petroleum from the deserts of Libya and Egypt, Nigeria and Angola. Libya, Egypt, Nigeria and Angola. Deserts of Libya, Egypt, Nigeria and Angola. So they are known for petroleum resource. Okay. And talking about the forest and the equatorial forest regions, right? So you'll be having varieties, hardwood varieties, ebony, mahogany, kapok, and ironwood. So equatorial rainforest regions, ebony, mahogany, kapok, and ironwood and hardwood trees, right? Ironwood, iron heart, and hardwood varieties. Okay. And the region is not prominent, not known for the lumbering. Lumbering എന്ന് പറഞ്ഞാൽ എന്താ? മരം ടിമ്പർ ഇൻഡസ്ട്രീനെ കട്ട് ചെയ്യുന്നതിന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ലംബറിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ എന്തുകൊണ്ടാണ് സ്ട്രോങ് അല്ലാത്ത? ബിക്കോസ് എന്താ? എന്തുകൊണ്ടായിരുന്നു? ഒന്ന് ഹാർഡ്വുഡ് ആണ്, മുറിക്കാൻ പാടാ. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്താ? മിക്സഡ് ആയിട്ടുള്ള ഫോറസ്റ്റുകളാ, ലൈക്ക് മിക്സഡ് ആയിട്ടുള്ള സ്പീഷീസ് ആ ഉള്ളത്, റൈറ്റ്? പ്യുവർ സ്റ്റാൻഡ് അല്ല ഉള്ളത്, റൈറ്റ്? സോ പ്യുവർ സ്റ്റാൻഡും സോഫ്റ്റ് വുഡും ഉണ്ടെങ്കിൽ ലംബറിംഗ് ആക്ടിവിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉണ്ടാകത്തുള്ളൂ, റൈറ്റ്? പിന്നെ അതുപോലെ നമുക്കറിയാം ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ഒക്കെ എന്താ? തിക് ജംഗിൾസ് അല്ലെ? സോ എന്താ, പല ലെയേഴ്സിൽ എന്തുണ്ടാവും? ഫോറസ്റ്റുകൾ ഉണ്ടാവും, അല്ല ലൈക്ക് ക്രോപ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ട വുഡിനെ കട്ട് ചെയ്താലും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പാടാ, അതിനെ റോൾ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പാടാ. പക്ഷെ ഈ പറയുന്ന ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ എന്തായിരിക്കും? കോൺഫറസ് ട്രീസ് മാത്രമുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക, റൈറ്റ്? അവിടെ ഗ്രാസും ഷെർബ്സും ഒക്കെ ആക്ച്വലി ഒന്നും ഉണ്ടാകത്തില്ല, റൈറ്റ്? ഒൺലി ട്രീസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, റൈറ്റ്? സോ അതുകൊണ്ട് ട്രീ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വലിച്ചോണ്ട് പോകാനൊക്കെ ഭയങ്കര ഈസിയാണ്, റൈറ്റ്? സോ അതുകൊണ്ട് ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ സോഫ്റ്റ് വുഡ് ഉണ്ടാവും, അതുപോലെ ലംബറിംഗ് ആക്ടിവിറ്റി ഭയങ്കര ഡോമിനന്റ് ആയിരിക്കും, റൈറ്റ്? ഓക്കെ, ദെൻ ഇവിടെ അടുത്തുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വെറൈറ്റീസ് ആണ് ലൈക്ക് കോക്കനട്ട്, ഡേറ്റ്സ് ആൻഡ് സിട്രസ് ഫ്രൂട്ട്സ് ആർ ആക്ച്വലി എക്സ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക. കോക്കനട്ട്സ്, dates and citrus fruits are exported from Africa. Then acacia tree is used for the production of gum and resins. അക്കേഷ്യ കണ്ടിട്ടുള്ളല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണല്ലോ. അതിന്റെ സ്കിന്നിൽ കൂടെ ഇങ്ങനെ അല്ലെ ഒരു ഗം പോലത്തെ സാധനം വരും. ഓക്കെ, സോ അക്കേഷ്യ ട്രീസ്, അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഓൾസോ യൂസ് ഫോർ ദ ട്രീറ്റിംഗ് ലൈക്ക് ഈ ലെതർ ഇൻഡസ്ട്രി ഇല്ലേ, ലെതർ അപ്പൊ ലെതറിന് ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ് ഉണ്ട്, റെറ്റിംഗ് എന്നോ എന്താ പറയുന്ന ഒരു റെറ്റിംഗ് അല്ല, ലെതറിനെ ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. കുറെ നാള് പല കെമിക്കൽസിലൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിടും. ലെതർ എന്ന് പറയുന്നത് അനിമലിന്റെ സ്കിൻ അല്ലേ, അതിനിങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇടും. അതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന അക്കേഷ്യ ട്രീയുടെ
bark. Okay, because അതിൽ നിന്ന് പല കെമിക്കൽസും റിലീസ് ചെയ്യും. So that is actually good for treating of leather. So acacia trees are used for gums and resins. Then eastern side of Africa എന്താണ്? It's known for cashew nut. Known for cashew nut. ഇപ്പൊ കേരളത്തിലേക്കുള്ള cashew nuts എവിടുന്നാ വരുന്നത്? കേരളത്തിൽ ഈ പറയുന്ന കൊല്ലം റീജിയനിൽ എന്താ? That is known for ഫാക്ടറീസ് ആ ഉള്ളത്. ഓക്കെ, പക്ഷെ നമുക്ക് കേരളത്തിൽ ആവശ്യത്തിനുള്ള cashew nut ഉണ്ടോ? ഇല്ല. That is actually coming from ആഫ്രിക്ക. ഓക്കെ, ആഫ്രിക്ക എന്നാണ് റോ cashew nut വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ അത് പ്രോസസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. റൈറ്റ്. സോ ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നാണ് കേരളത്തിലേക്ക്, ലൈക്ക് ഇൻക്ലൂഡിങ് കേരള, ഇന്ത്യയിലേക്ക് cashew nuts വരുന്നത്. റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ദ സൂയസ് കനാൽ. സൂയസ് കനാൽ എന്താ? മാൻമെയ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, നാച്ചുറലി അവിടെ ചെറിയൊരു ചാനൽ ഉണ്ടായിരുന്നു, അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിലാക്കിയത് മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് വഴിയാണ്. റൈറ്റ്. സോ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ എന്താ ഈജിപ്റ്റ്. ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് ലൈക്ക് രണ്ട് കോണ്ടിനെന്റ്സിലും പ്രസൻസ് ഉണ്ട്. റൈറ്റ്. ഈജിപ്റ്റ്, ഈ സിനായി പെനിൻസുല എന്ന് പറയുന്ന പാർട്ട് എവിടെയാ? ഏഷ്യയിലാണ്. റൈറ്റ്. ബട്ട് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഏത് കൺട്രിയാ? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഏഷ്യ തന്നെയാണ്. റൈറ്റ്. ഈജിപ്റ്റിന്റെ ബാക്കിയാണ്. റൈറ്റ്. സോ ഈജിപ്റ്റിന്റെ ഒരു പാർട്ട് എവിടെയാ? ഏഷ്യയിലുണ്ട്, ഒരു പാർട്ട് ആഫ്രിക്കയിലാണ്. റൈറ്റ്. സോ സിനായി പെനിൻസുല ഓഫ് ഈജിപ്റ്റ് ഈസ് ആക്ച്വലി ലൊക്കേറ്റഡ് ഓൺ ദ like on one side of the Suez Canal. Okay, so we can say that Suez Canal is 160 kilometers long, man-made structure ആണ്, that is located between Egypt and Sinai Peninsula. And in the northern end, on the northern end, ഈ Suez Canalന്റെ സ്റ്റാർട്ടിംഗ് സ്ഥലം അതിനെന്ത് വിളിക്കും? That is called as Port Said എന്ന് വിളിക്കും. Okay, Suez Canal സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തിനെ Port Said എന്ന് വിളിക്കും. എൻഡ് ചെയ്യുന്ന സ്ഥലം എന്താ? That is Port Suez. ഓക്കെ, സോ പോർട്ട് സെയ്ത് ഏത് വാട്ടർ ബോഡി ആയിട്ടാ ഇന്റർലിങ്ക് ചെയ്യുന്നത്? സൂയസ് കനാൽ ഏതിനെയാ കണക്ട് ചെയ്യുന്നത്? മെഡിറ്ററേനിയൻ സീനെ കണക്ട് ചെയ്ത് റെഡ് സീനെ കണക്ട് ചെയ്തിട്ട് ഇന്ത്യൻ ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യും. റൈറ്റ് അല്ലേ? നമുക്ക് നോക്കാം മാപ്പില്. കുറെ നാൾ മുമ്പ് വരെ ഇതും യുഎസിന്റെ അണ്ടറിലായിരുന്നു, ഇപ്പൊ ഈജിപ്തിന്റെ അണ്ടറില. സോ നദേൺ പോർട്ട് ഈസ് കോൾഡ് ആസ് പോർട്ട് സെയ്ദ്. Okay, Mediterranean Sea വരും, and Port Suez, that is in the Suez, Gulf of Suez. Okay, so this is regarding the Suez Canal. എവിടെ ലൊക്കേഷൻ വരുന്നത്? Okay, Suez Canal എന്തിനാ കണക്ട് ചെയ്യുന്നത്? റൈറ്റ്. നോർത്തിൽ എന്താ ഉള്ളത്? So this is Mediterranean Sea, right? So Mediterranean Sea കണക്ട് ചെയ്യും അല്ലെ? ഇതിന് ഈ ഒരു റീജിയൻ ആണ് നമ്മൾ Suez Canal എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഫ്രം Mediterranean Sea റെഡ് സീനെ കണക്ട് ചെയ്യും അല്ലെ? മെഡിറ്ററേനിയൻ സീനെയും റെഡ് സീനെയും കൂടെ കണക്ട് ചെയ്യുന്ന ചാനലാണ് ഈ പറയുന്ന സൂയസ് കനാൽ എന്ന് പറയുന്നത്. റൈറ്റ്. സോ ദിസ് ഇസ് റെഡ് സീ. ആൻഡ് അഗെയിൻ ഈ റെഡ് സീ കഴിഞ്ഞ് വരുമ്പോഴും ഇവിടെ ഒരു നാരോ റീജിയൻ ഉണ്ട്, അതിനെന്ത് വിളിക്കും? ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ലൈക്ക് സഫീഷ്യന്റ്ലി വൈഡറാ. സോ ദാറ്റ് ഇസ് ബാബലെ മന്ദിബ് റീജിയൻ എന്ന് പറയും. റൈറ്റ്. പിന്നെ അടുത്ത എന്താ? ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയും ഈ ഒരു റീജിയനെ. അത് കഴിയുമ്പോൾ എന്തായിരിക്കും? ദിസ് റീജിയൻ ഈസ് കോൾഡ് ആസ് ഹോൺ ഓഫ് ആഫ്രിക്ക. ആൻഡ് ബിലോ ദാറ്റ് എന്താ? പിന്നെ ഈസ്റ്റിലേക്ക് വരുമ്പോൾ എന്താ? ദാറ്റ് ഇസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. റൈറ്റ്. സോ ഏതാ? ഈ ഒരു റീജിയനിലൊക്കെയാ, സൊമാലിയയുടെ റീജിയനിലാണ് പൈറേറ്റ് അറ്റാക്ക് ഉള്ളത്. റൈറ്റ്. അതുകൊണ്ട് ഈ പറയുന്ന ഡിജിബൂട്ടി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ? ഓക്കെ, ദിസ് സ്മോൾ കൺട്രി ഈസ് ആക്ച്വലി കോൾഡ് ആസ് ഡിജിബൂട്ടി. ഈ ഡിജിബൂട്ടിയിൽ ലൈക്ക് അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല ആ ഒരു കൺട്രിക്ക്. സോ അവരെന്ത് ചെയ്യും? ദേ വിൽ ആക്ച്വലി അവിടുത്തെ ലാൻഡ് റെന്റ് ചെയ്യും ഈ പറയുന്ന മിലിറ്ററി ബേസസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ചൈനയുടെയും യുഎസിന്റെ ഒക്കെ, ഈവൻ ഇന്ത്യയുടെയും വരുന്നുണ്ട്. റൈറ്റ്. എല്ലാവരുടെയും നേവൽ പ്രസൻസ്, നേവൽ പോർട്ടുകൾ ഉണ്ടാവും അവിടെ. റൈറ്റ്. ബിക്കോസ് ഈ ഒരു റീജിയനിൽ പൈറേറ്റ്സിന് അറ്റാക്ക് ഉണ്ടാകുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. റൈറ്റ്. ഓക്കെ, ഈ ബേസിക്കലി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്താ വിളിക്കുക? ദേ ആർ കോൾഡ് ആസ് ചോക്ക് പോയിന്റ്സ് എന്ന് പറയും. ചോക്ക് പോയിന്റ്സ് എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻറ്റയർ ഷിപ്പിംഗ്, എൻറ്റയർ എന്താ പറയാ ലോജിസ്റ്റിക്സ് അവിടെ ഡിസപ്റ്റഡ് ആവും. റൈറ്റ്. ഇപ്പം ഇവിടെയാണെങ്കിലും ഈ സൂയസ് കനാലിൽ പണ്ട് എന്തായിരുന്നു ആ ഷിപ്പിന്റെ എവർഗ്രീൻ അല്ലെ? എന്താ എവർഗ്രീൻ ആയിരുന്നു? ലൈക്ക് സം ഷിപ്പ്. ഓക്കെ, ആ ഷിപ്പ് ബ്ലോക്ക് ചെയ്തപ്പോഴേക്കും എന്താ സംഭവിച്ചേ? അത് ബ്ലോക്ക് മാറാൻ എത്ര ദിവസം എടുത്തു? 3 to 4 days എങ്ങാണ്ട് എടുത്തു അല്ലെ? അത് വീക്കുകളിൽ എടുത്തോ? ഓക്കെ, അപ്പത്തേക്കും ആക്ച്വലി എൻറ്റയർ ഷിപ്പിംഗ് ആക്ച്വലി ഡിസപ്റ്റഡ് ആയി. കാരണം എന്താ? ഇപ്പൊ യൂറോപ്പിൽ നിന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഏഷ്യയിലേക്ക് വരാൻ വേണ്ടി പറ്റും അല്ലെ? അല്ലെങ്കിൽ ഈവൻ ചൈനയ്ക്ക് പോകണം, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യക്ക് പോകണമെങ്കിൽ ഈ ഇവിടുന്ന് സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടറോ ഇതുവഴി എങ്ങനെയെങ്കിലും ഒക്കെ പതുക്കെ എൻ്റർ ചെയ്ത് മെഡിറ്ററേനിയൻ സീ കയറി, റെഡ് സീ കയറി, ബാബലെ മന്ദിബ് വഴി ഇന്ത്യൻ ഓഷനിൽ ഇറങ്ങി
ഇന്ത്യനെ സർക്കിൾ ചെയ്ത് വേണമെങ്കിൽ ശ്രീലങ്കയിൽ പോവാം, സിലോണിൽ പോവാം, അല്ലെ? വേണമെങ്കിൽ എങ്ങോട്ട് പോവാം? ലൈക്ക് സിംഗപ്പൂർ, മലേഷ്യ, ഈവൻ ചൈനയിലേക്കും പോവാം, റൈറ്റ്? ഭയങ്കര ഈസി ആയിട്ട് പോവാം. ഇതില്ലെങ്കിൽ എങ്ങനെ പോകണമായിരുന്നു? ഈ ഒരു റൂട്ട് ഇല്ലെങ്കിൽ എങ്ങനെ പോകും? ഇങ്ങനെ ആയിരിക്കും പോവാ, റൈറ്റ്? ലൈക്ക് യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ആഫ്രിക്കനെ മൊത്തം ചുറ്റി വളഞ്ഞു വേണം പോകാനായിട്ട്. സോ കൂടുതൽ സമയം എടുക്കും. ലോജിസ്റ്റിക് കോസ്റ്റ് ആൻഡ് ടൈം വുഡ് ഇൻക്രീസ്. ഈ ഒരു വഴിയാണ് ആര് വന്നേ? ലൈക്ക് വാസ്കോ ഡ ഗാമ ഒക്കെ വന്നപ്പം ഈ ഒരു വഴി, മറ്റേ വഴി അറിയില്ലായിരുന്നു. സൂയിസ് കനാലിന്റെ റൂട്ട് അറിയത്തില്ലായിരുന്നു, റൈറ്റ്? സോ ദേ ഹാഡ് ടു ട്രാവൽ സച്ച് ലോങ് ഡിസ്റ്റൻസസ്, റൈറ്റ്? സോ ദാറ്റ് ഇസ് വൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ദേ ആർ കോൾഡ് ആസ് ഷിപ്പിംഗ് ചോക്ക് പോയിന്റ്സ് എന്ന് പറയും. ഓക്കെ, മാരിടൈം ചോക്ക് പോയിന്റ്സ് ഓർ ഷിപ്പിംഗ് ചോക്ക് പോയിന്റ്സ്. സോ like that is important. Okay, next is regarding the tribes of Africa. Tribes of Africa. Basically ആഫ്രിക്കയിലുള്ള റേസ് ഏതാ? നിഗ്രട്ടോയിഡ് റേസിലുള്ള ആളുകളാണുള്ളത്, റൈറ്റ്? അവരുടെ ഫീച്ചേഴ്സ് എന്താ? ദേ ആർ ഹാവിങ് ഡാർക്ക് സ്കിൻ, അല്ലെ? കേളി ആയിട്ടുള്ള ഹെയർസ് ആൻഡ് എന്തായിരിക്കും? തിക് ലിപ്സ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും, റൈറ്റ്? സോ ദേ ആർ നിഗ്രട്ടോയിഡ് റേസ് ആണ് അവിടെ ഉള്ളത്. Okay, so important tribes would include Pygmies of Zaire Basin, then Bushmen of Kalahari Desert, Hottentots who live around the Kalahari Desert, then Bandus എന്ന് പറയുന്ന tribes, the Eastern Highlands, ഏതാ? ബുഷ്മെൻ, BUSH, പിഗ്മി, PYGMIES. Zaire Basin, ZAI. ലൈക് കൺട്രീസ് ഒക്കെ വരിക റുവാണ്ട, കോങ്കോ ഉള്ള കൺട്രീസ് ഒക്കെ. കോങ്കോ ഏതാ? ഹൊട്ടൻടോട്സ്, HOTTENTOTS, who live around this desert. അതായത് കലഹാരി ഡെസേർട്ടിന്റെ ഉള്ളിലുള്ള ട്രൈബ്സ് ആണ് ആര്? ലൈക്ക് ബുഷ്മെൻ എന്ന് പറയുന്നത്. ആ കലഹാരി ഡെസേർട്ടിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന റീജിയൻസിലുള്ള ട്രൈബ്സ് ആണ് ഹൊട്ടൻടോട്സ്. ഓക്കെ, then Bandus of Eastern Highlands, then Maasai tribes. Maasai tribes are known for എന്താ? Cattle herding, right? കാറ്റിലിന്റെ ബ്ലഡ് ഒക്കെ കുടിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? ഓക്കെ, സോ ദാറ്റ് ഇസ് മാസായി ട്രൈബ്സ്. അവരുടെ പേര് സാഞ്ചുറി ഒക്കെ ഉണ്ടല്ലോ, മാസായി മാര സാഞ്ചുറി, റൈറ്റ്? സോ മാസായി ട്രൈബ്സ്. Then Moors in Morocco, Libya and Algeria. Moors, MOORS, Moors. In Morocco, Libya and Algeria. Next is Berbers. They are trading tribes. BERBERS, Berbers. Next is Murex, MUREX, nomadic Arabs of Sahara. Nomadic Arabs of Sahara. Nomadic Arab tribes എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. Nomadic Arab tribes of Sahara. Okay. Next is Fulanis, FULANIS, FULANIS.
LANIS of West Africa. They're having settled lives. They're having settled life. Okay. Then talking about the different straits and passes, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ straits. ഏതൊക്കെയായിരുന്നു? Strait of Gibraltar, right? Strait of Gibraltar separates. So it is known as a gateway between Atlantic Ocean and Mediterranean Sea, right? അല്ലേ? Atlantic Ocean and Mediterranean Sea കൂടെ കണക്ട് ചെയ്യുന്നതാണ് Strait of Gibraltar, അല്ലെങ്കിൽ ആഫ്രിക്കനെ യൂറോപ്പിനെ കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് Strait of Gibraltar. Next is Cape of Good Hope, that is below South Africa. This Cape of Good Hope. So these are the straits and passes. ഇത് കൂടാതെ വേറെ ഒന്നും കൂടെ ഉണ്ട്. Suez Strait ഉണ്ട്, പിന്നെ Strait of Bab el Mandeb ഉണ്ട്, right? And we saw that. Gibraltar, Cape of Good Hope, Bab el Mandeb, and Suez Strait. Okay. So these are some of the important features of Africa. Okay. Although we revise it, we'll start the next continent, that is Asia. Okay. So Africa is a large continent. So 0 degree, 23 degree north and south pass ചെയ്യുന്നുണ്ട്, right? Location വരുമ്പോഴത്തേക്കും Strait of Gibraltar separates Europe and Africa, and also it connects Atlantic Ocean and Mediterranean Sea. Then Suez Canal separates Sinai Peninsula from Egypt. Then Strait of Bab el Mandeb. Okay. Again, ഒരു ചോക്ക് പോയിന്റ് ആണ്, Cape of Good Hope ഏറ്റവും താഴെ വരും, right? So this is how Africa is located. Then different geographic features. First is Atlas region, next is Sahel region, third is Eastern Highlands, അതുപോലെ Central Plateau region. And ആഫ്രിക്കയിൽ രണ്ട് റിഫ്റ്റ് വാലീസ് ഉണ്ട്, ഈസ്റ്റേൺ റിഫ്റ്റ് വാലി ആൻഡ് വെസ്റ്റേൺ റിഫ്റ്റ് വാലി, റൈറ്റ്? സോ അസോയിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഷീൽഡ് ഒക്കെയാണ് വരുന്നത്, പക്ഷെ ഇവിടുത്തെ ഷീൽഡ് എന്താ, ദേ ആർ മോഡിഫൈഡ് ഇൻ ടു മൗണ്ടൻസ്, റൈറ്റ്? സോ വി ആർ ഹാവിംഗ് 2 mountains, that is Agar Mountains and Tibesti Mountains. So they are having volcanic origin. They are volcanic origin mountains, right? Paleozoic features എന്ന് പറയുന്ന Admava Highlands, New Wellsburg, Schwarzberg and Drakensberg. And the Admava Highlands അവിടെ വരും. So this region is called as Admava Highlands. Schwarzberg, New Wellsburg, Drakensberg ഒക്കെ ഇവിടെ വരും. Southern side of Africa വരും, right? So they are actually okay. Paleozoic features. Next is Cenozoic features, would include Atlas Mountains, the Midumba and Muchinga Mountains, which are actually fold mountains, and Great African Rift Valley, right? Great African Rift Valley. So Great African Rift Valley, Midumba and Muchinga Mountains. So this is Cenozoic features. Okay. Next is Sahel region. South of Saharan region. Sahel region mainly identify. It includes countries like Senegal, Mauritania, Mali, Burkina Faso, Niger, Nigeria, Chad, Sudan, and Eritrea. Okay. Then plateaus would include South African Plateau, Ethiopian Highlands, Bai Plateau, and Admava Highlands. Right. Deserts are Sahara Desert, Kalahari Desert, Nubian Desert, and Namibian Desert. Okay, Namibian Desert that is also on the western side of Africa. Then islands: Madagascar, Canary Island. Canary Island is part of Spain. Spain in Atlantic Ocean. Saint Helena is part of UK in Atlantic Ocean. Zanzibar is in Indian Ocean. Right. Rivers: Nile River under Nile River and tributaries, that is White Nile and Blue Nile. White Nile from Lake Albert and Blue Nile from Lake Tana. River Congo from Lake Tanganyika. River Niger from West African Rift Valley, and River Zambezi. Illolla fall ആണ് Victorian Falls. Ultimately that drain into Indian Ocean. Then important lakes are Lake Victoria, that is between the two rift valleys. Then Lake Tanganyika, Lake Nyasa, Lake Tana. Tana is in Ethiopia. Lake Chad on the southern side of Sahara, and Lake Nasser for sure the northeastern side. Talking about the climate and vegetation, 3 lines on the so equatorial type of climate, that is between 10 degree north and 10 degree south. So Mahani, Ironhearts, Ironwood anganola species undav. Then savanna and tropical grasslands are also found. Okay, tropical region savanna or grasslands undav. Arid aayittulla region aanu, treeless ആയിരിക്കും, comparatively grasses ആയിരിക്കും. ഇവിടുത്തെ grasses എന്താ, tall grasses ആണ്, right? Elephant grasses ആണുള്ളത്, right? Then monsoonal type of climate is found in the eastern margins.
because of and also Mozambique comes as a result. Then deserts already told. Then Mediterranean type of climate further higher latitudes will ഉണ്ടാവും. Then temperate grasslands also found on the temperate latitudes, bushveld, highveld and lowveld. The natural resource food crops mainly wheat അവിടെ വരും. Mediterranean type of climate ഉള്ളതും temperate type of climate ഉള്ളതും. Okay, Nile Valley ലും ഉണ്ട്. Rice, Guineacos, Mozambique, Madagascar and Nile Valley. Maize and millets in the plateau region or the region where there is more aridity, right? Then castors, cotton from Egypt and Sudan, coffee from Ethiopia, Ghana, cocoa. West Africa is known for oil palm, Nigeria, groundnuts. South Africa is known for sugarcane and Zanzibar is known for cloves. Minerals, diamonds from Kimberley Plateau in South Africa, Congo and Angola region. Okay. Then gold from West Africa. And the continuation ആണ് ബ്രസീലിലൊക്കെ gold veins ഉള്ളത്, right? Then Namibia and South Africa. Then petroleum reserves are found in deserts of Libya and Egypt and also Nigeria and Angola. So forestil എന്തായിരിക്കും? റെയിൻഫോറസ്റ്റുകളാണ്, ഇക്വറ്റോറിയൽ റെയിൻഫോറസ്റ്റുകൾ ആണ് ലൈക്ക്. സോ അവിടെ എന്തായിരിക്കും? ഹാർഡ്വുഡ് വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടാവുക, മഹാഗണി, കെപ്പോക്ക്, എബണി ആൻഡ് അയൺവുഡ്. Lumbering is not a prominent activity because of hardwood and not there is no pure stand, right? Coconut, dates and citrus fruits are exported. Acacia is used for gums and resins. East Africa is known for export of cashew nut. Then Suez Canal, man-made canal ആണ്, 160 kilometers long ആണ്. അതിലെ it connects Mediterranean Sea and the Red Sea, and that means ultimately it is joining Atlantic Ocean with the Indian Ocean, right? So northern part is called as ലൈക്ക് നോക്കിയ വീഡിയോ ഉണ്ട് അതിന്റെ. അതായത് ഒരു സ്ഥലത്ത് വെള്ളം കയറ്റുമ്പം അവിടുത്തെ ഷിപ്പ് പൊങ്ങും. അങ്ങനെ തന്നെയാ വാട്ടർ. അത് ലൈക്ക് വെള്ളം ഇങ്ങനെ മോട്ടർ അടിച്ച് പമ്പ് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഓപ്പണിങ് ക്ലോസും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. Okay, so 160 kilometer long man-made, that is between Egypt and Sinai. Northern end is Port Said, that is in the Mediterranean Sea, and southern end is called as Suez, Port Suez, that is Gulf of Suez. Then tribes would include Negroid race, dark skin ഉള്ള ആളുകളാണ്, thick lips and curly hairs, pygmies of Syre Basin, like Bushmen of Kalahari Desert, Hottentots around Kalahari Desert, Bandus in the eastern highlands, Maasai tribes, cattle rearing ആയിട്ടുള്ള tribes ആണ്, Moors in Libya and Algeria and Morocco, Berbers, trading tribes, Murex, they are nomadic Arabs of Sahara, Fulians of Western Africa having settled life. Then Strait of Gibraltar, Atlantic Ocean, Mediterranean Sea connect Cape of Good Hope, south, right? So this is all regarding Africa. Next we have to see Asia. Okay. ഏഷ്യയുടെ പ്രത്യേകത എന്താ? ഏഷ്യ is also a large continent, right? But mostly ഏത് ഹെമിസ്ഫിയറിലുള്ള? It is in the northern hemisphere, right? So like equator would actually pass through Asia. Tropic of Cancer would pass through Asia. പിന്നെ അടുത്ത് എന്താ? Arctic Circle or 66.5 degree, right? North or Arctic Circle is also passing through Asia, right? Okay. So കൂടുതൽ northern hemisphere ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കൺട്രി ആണ്, sorry, continent ആണ്, right? So in the northern side we are having Arctic Ocean, അല്ലെ? നോർത്തിൽ Arctic Ocean വരും. ഈസ്റ്റേൺ സൈഡിൽ എന്തായിരിക്കും? That is Pacific Ocean, right? വെസ്റ്റേൺ സൈഡിൽ ഏതായിരിക്കും? വെസ്റ്റേൺ സൈഡിൽ നമ്മൾ മുമ്പേ പറഞ്ഞ സാധനങ്ങളോ, Mediterranean Sea പറയാം, Caspian Sea പറയാം, Black Sea പറയാം, right? അതൊക്കെയാണ് വെസ്റ്റേൺ സൈഡിൽ വരിക, right? And southern side എന്തായിരിക്കും? That is Indian Ocean. Okay. So northern side we are having Arctic Ocean, eastern side we are having Pacific Ocean, western side Mediterranean Sea, Caspian Sea and Black Sea, and in the southern side we are having a southern boundary we are having Indian Ocean. So യൂറോപ്പിനെ ഏഷ്യനെ കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? മൗണ്ടൻ റേഞ്ച് ഏതായിരിക്കും? Ural Mountains, Black Sea and Caspian Sea, right?
So Ural Mountains, Caspian Sea, and Black Sea separates Asia from Europe. And Red Sea and Suez Canal separates Asia from Africa, right? Okay. So Russia and Russia and Suez Canal separates Asia from Africa. Hello? So Red Sea and Suez Canal separates Asia from Africa, right? ഇനി ഓരോ റീജൻസിനും ലോക്കലി വിളിക്കുന്ന പേരുകളുണ്ട്. ലൈക്ക് സൗത്ത് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഏത് പാർട്ടായിരിക്കും? സൗത്ത് വെസ്റ്റ് ഏഷ്യ ഏതായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മിഡിൽ ഈസ്റ്റ്, റൈറ്റ്? സോ ദാറ്റ് വുഡ് ഇൻക്ലൂഡ് കൺട്രീസ് ലൈക്ക് എന്തായിരിക്കും? കൺട്രീസ് ലൈക്ക് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അതുവരെയുള്ള റീജിയനാണ് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ എന്തായിരിക്കും? ലൈക്ക് മിഡിൽ ഈസ്റ്റിനകത്ത് കുറച്ച് മറ്റേ ടർക്കി അല്ലെ, കുറച്ച് ലൈക്ക് യൂറോപ്പിലേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന റീജിയൻസും കൂടെ ഉണ്ട്. ഏജിലും കുഴപ്പമില്ല. റൗണ്ടിൽ ഉള്ള സാധനം വേണ്ട. ലൈക്ക് so this region is also called as Southwest Asia. That region is also called as the Middle East. That would include countries like Saudi Arabia, Iran, Iraq, and Afghanistan. Next is South Asia. South Asian countries are India, Bangladesh, Nepal, Bhutan, and Sri Lanka. India, Bhutan, Nepal, Bangladesh, and Sri Lanka. So they are South Asian countries. Okay. Next is East Asia. East Asia, Philippines, Malaysia, Singapore, Burma, and Vietnam. Philippines, Malaysia, Singapore, Burma, and Vietnam. They are Southeast Asian countries. Southeast Asian countries. Burma. Philippines, Malaysia, Singapore, Burma, and Vietnam. Okay. So they are Southeast Asian countries. East Asia എന്ന് പറയുന്നത് എന്താ? റഷ്യയിലെ ഫാർ ഈസ്റ്റേൺ ലാൻഡ്സ് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ. ഫാർ ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഏതിന്റെ പാർട്ടാ? റഷ്യയിലെ പാർട്ടാ. ഓക്കെ. സോ റഷ്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റെൻഡ് ലൈക്ക് എൻഡിലുള്ള സ്ഥലങ്ങളെ ഫാർ ഈസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുക. ഓക്കെ. ഓർ ഈസ്റ്റ് ഏഷ്യ. ആ റീജിയൻ ഇപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് ഇപ്പൊ എന്നല്ല, കുറച്ച് 1-2 കൊല്ലങ്ങളായിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്? വൈ? ബിക്കോസ് റഷ്യയിലെ ആ സ്ഥലങ്ങളൊക്കെ എന്താ, ഈവൻ റഷ്യ പോലും അറ്റൻഡ് ചെയ്യാത്ത സ്ഥലങ്ങളാണ്. മീൻസ് അവിടെ ലൈക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇസ് വെരി ലോ. ലൈക്ക് പക്ഷെ ലൈക്ക് റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള റീജിയൻസ് ആണ്. റൈറ്റ്? ഇറ്റ് ഇസ് നോൺ ഫോർ പെട്രോളിയം റിസോഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ONGC എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ONGC വിദേശ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. റൈറ്റ്? സോ ദേ ആർ ആക്ച്വലി ഇൻവെസ്റ്റിംഗ് ഇൻ ഫാർ ഈസ്റ്റ് ലൈക്ക് ഏഷ്യ. റഷ്യയിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ഓർഡർ ടു എക്സ്ട്രാക്ട് ദ ലൈക്ക്. റഷ്യയെ സംബന്ധിച്ച് അവിടെ ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ, ലൈക്ക് നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഏഷ്യനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏഷ്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഏതാ? ലൈക്ക് നമുക്ക് ഇക്വേറ്റർ ഉണ്ട് അല്ലെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, അതുപോലെ എന്താ ആർട്ടിക് സർക്കിൾ ഉണ്ട്. റൈറ്റ്?
ഈ ആർട്ടിക്കിന് മുകളിലോട്ടുള്ള സ്ഥലത്തേക്ക് ആൾക്കാർ പോയിട്ടില്ല. മീൻസ് അങ്ങനെ വൈഡ്ലി പോയിട്ടില്ല. ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് എന്താ പ്രശ്നം എന്താ, ലൈക്ക് ആർക്കും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, സോ പലരും ക്ലെയിം ചെയ്തിട്ടുണ്ട്, കുറെ കൺട്രീസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്, പല കൺട്രീസും ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. റൈറ്റ്. അപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവിടുത്തെ മീൻസ് അവരുടെ സിറ്റിസൺസ് അവിടെ ഉണ്ടാവണം അല്ലെ. ഹാബിറ്റേഷൻസ് കൂട്ടിയാൽ മാത്രമേ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ഫാർ ഈസ്റ്റേൺ ലാൻഡ്സിലും അതുപോലെ ഹയർ ലാറ്റിറ്റ്യൂഡ്സിലേക്കൊക്കെ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റൈറ്റ്. ഇപ്പം ലൈക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലായിരുന്നു, ലൈക്ക് എവിടെയായിരുന്നു, ഏതോ ആർട്ടിക് റീജിയനിലേക്ക് എനിക്ക് തോന്നുന്നത് കാനഡയാണോ, ലൈക്ക് ദേ വേർ ആക്ച്വലി കോളിംഗ് പീപ്പിൾ ഫ്രം അറൌണ്ട് ദ വേൾഡ് അവിടേക്ക് സിറ്റിസൺഷിപ്പ് തരാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ബിക്കോസ് അവിടെ പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലൈക്ക് ഗവൺമെന്റ് ഫണ്ടഡ് ആയിരിക്കും അങ്ങനെയുള്ള പ്രോഗ്രാംസ്. ഓക്കെ, പറഞ്ഞേ ഉള്ളൂ. സോ ഈസ്റ്റേൺ ഏഷ്യ അല്ലെങ്കിൽ ഫാർ ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ റഷ്യയുടെ ഒക്കെ ഭാഗങ്ങൾ, ഈസ്റ്റേൺ സൈഡ്. റൈറ്റ്. സോ ഫാർ ഈസ്റ്റ് റീജിയൻസ് ഓഫ് റഷ്യ, ചൈന, ജപ്പാൻ, കൊറിയ ആൻഡ് തായ്വാൻ. റൈറ്റ്. നെക്സ്റ്റ് ഇസ് നോർത്ത് ഏഷ്യ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് സോവിയറ്റ് ഏഷ്യ ഓർ റഷ്യ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോവിയറ്റ് ഏഷ്യ എന്ന് എഴുതണ്ട, റഷ്യ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, മെയിൻലി റഷ്യ. റഷ്യ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹൈ ഏഷ്യ. ഹൈ ഏഷ്യ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ലൈക്ക് ഏഷ്യയുടെ നടുക്കുള്ള സ്ഥലങ്ങൾ. റൈറ്റ്. സെൻട്രൽ ഏഷ്യൻ റീജിയൻ, അവിടെയൊക്കെ എന്താ ലൈക്ക് ഹൈ പ്ലാറ്റ്യൂസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ലൈക്ക് ടിബറ്റൻ പ്ലാറ്റ്യൂ ഉണ്ട്, മംഗോളിയൻ പ്ലാറ്റ്യൂ ഉണ്ട്. സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ഏതൊക്കെയാ, കുറെ സ്ഥാൻസ് വരുന്ന കൺട്രീസ് ഒക്കെ ഇല്ലേ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്, അത് തന്നെ എല്ലാ സ്ഥാൻസും 5 സ്ഥാൻസ് കണ്ടുണ്ട്. റൈറ്റ്. 5 or 6 സ്ഥാൻസ് ഉണ്ട്. സോ ദോസ് കൺട്രീസ് ആർ കോൾഡ് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്. So Tibet, Mongolia, and all the Stan countries, okay, and like Central Asian countries. So these regions are called as High Asia. Okay. So ഇങ്ങനെയാണ് നമ്മൾ റീജിയണലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, റീജിയണൽ ക്ലാസിഫിക്കേഷൻ: ഹൈ ഏഷ്യ, സെൻട്രൽ ഏഷ്യ ആൻഡ് ടിബറ്റ് ആൻഡ് മംഗോളിയ. നോർത്ത് ഏഷ്യ റഷ്യ. ഈസ്റ്റ് ഏഷ്യ ഈസ് റഷ്യയുടെ ഈസ്റ്റേൺ എൻഡ്സ്, ചൈന, ജപ്പാൻ, കൊറിയ, തായ്വാൻ. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ ഫിലിപ്പീൻസ്, മലേഷ്യ, സിംഗപ്പൂർ, ബർമ ആൻഡ് വിയറ്റ്നാം. South Asia is India, Pakistan, Nepal, Bhutan, Bangladesh and Sri Lanka. And Southwest, ചിലപ്പോൾ ഇന്ത്യനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നൊക്കെ പറയാറുണ്ട് ചില റെഫറൻസിൽ. ഓക്കെ, ഓക്കെ, അതിൽ കാര്യം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇൻ ഫിസിയോഗ്രഫി, ഇഫ് യു ആർ ഡിവൈഡിങ് ഏഷ്യ, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4 regions, അല്ല 5 regions. ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഏഷ്യ 5 regions ആണുള്ളത്. അതിനകത്ത് 4 എന്ന് പറഞ്ഞ സാധനം മാർക്ക് ചെയ്തിട്ടുണ്ടാകത്തില്ല. 4 is actually the river basin, അതുകൊണ്ട് അത് മാർക്ക് ചെയ്യാത്ത. സോ ബൗണ്ടറീസ് ഒന്ന് നോക്കിയാൽ മതി. ഏറ്റവും മുകളിൽ എന്താ, ദിസ് ഇസ് ആർട്ടിക് സീ. റൈറ്റ്. സോ ദിസ് ഇസ് ആർട്ടിക്. ഇവിടെ എന്ത് വരും, യുറൽ മൗണ്ടൻസ് വരും. പിന്നെ ഇവിടെ കാസ്പിയൻ സീ, ബ്ലാക്ക് സീ സാധനങ്ങളുണ്ട്, മെഡിറ്ററേനിയൻ സീ ഉണ്ട്. റൈറ്റ്. ഇവിടെ എന്താ, റെഡ് സീ വരും. സോ ദിസ് ഇസ് ഇന്ത്യൻ ഓഷ്യൻ. entire region is Indian Ocean. This is Pacific Ocean. So roughly Asia can be divided into these 5 geographic divisions. Arctic Sea, Ural Mountains, Red Sea, Gulf of Oman, Indian Ocean and Pacific Ocean.
ഇതാണോ? Ural Mountains. URALS. മനസ്സിലേ? ഇതാണോ? Urals. URALS. Urals, Red Sea, Gulf of Oman, Indian Ocean, Pacific Ocean, Arctic Sea. Okay. So we are having 5 physiographic divisions, right? നാലതിനകത്ത് കാണിച്ചിട്ടില്ല. So first one is Northern Lowlands. Okay. Northern Lowlands. അപ്പം okay. So first one is Northern Lowlands. Okay. First one is Northern Lowlands. And the second one is Central Mountain Mass. Central Mountain Mass. Third one is Plateaus of South. Plateaus of South. The fourth one is River Valleys. അതാണ് നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്യാത്തത്, കാരണം പല സ്ഥലങ്ങളിലായിട്ടുള്ള, സോ ദാറ്റ് ഇസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. River Valleys. And the fifth one is Eastern and Southeastern Island Groups. Eastern and Southeastern Island Groups. Okay. So നമുക്ക് this is Northern Lowlands അല്ലെ, Central Mountain Wall അല്ലെ, that is second one. Third is Southern Plateau. Fourth is River Valleys. And the fifth one is Eastern and Southeastern Island Groups. Okay. So these are the 5 physiographic divisions of Asia. Northern Lowlands, Central Mountain Wall, Southern Plateaus, River Valleys, and Island Groups. Okay. So Northern Lowlands. First is regarding Northern Lowlands. എവിടെയായിരിക്കും വരിക? ഒരെൻഡ് എന്തായിരിക്കും വരിക? ഒരെൻഡിൽ എന്താ വരിക? നോർത്തിൽ എന്താ? ആർട്ടിക് സീ വരും. സൗത്തിൽ എന്താ വരിക? മൗണ്ടൻസ് വരും. മൗണ്ടൻ വാൾ, റൈറ്റ്? സോ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ എന്താ പറയാ, സ്ലോപ്പിംഗ് ടുവേർഡ്സ് ആർട്ടിക് ഓഷ്യൻ lies the Siberian plain. Siberian plain എന്ന് കൂടെ പറയുന്ന റീജൻ ആണ്, റൈറ്റ്? Siberian region. So it is actually in a triangular shape. നമ്മൾ വരച്ചപ്പോൾ അത് എക്സാക്ട്ലി ഒരു ട്രയാങ്കിൾ ഒന്നും ആയിട്ടില്ല, പക്ഷെ ആക്ച്വലി ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണുള്ളത്. ഒരു സൈഡിൽ യുറാൽ മൗണ്ടൻസ് വരും, ഒരു സൈഡിൽ ആർട്ടിക് ഓഷ്യൻ വരും, ഒരു സൈഡിൽ മൗണ്ടൻ വാൾ വരും. ഓക്കെ. അങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വരച്ചപ്പോൾ ആ ലൈൻ ഇവിടെ സ്ട്രെയിറ്റ് ആയി പോയതേ ഉള്ളൂ. ഓക്കെ. സോ ഇറ്റ് ഈസ് triangular in shape. Ural Mountains in one side. In one side we are having Arctic Ocean. In one side we are having Central Mountain Wall. Urals, Arctic Ocean, and Central Mountains. So these are the boundaries of the Central Lowland. Central Lowland. So from Siberia, slope engota. Slope is towards engota, sloping towards the north, right? സോ അങ്ങനെയാണ് ഇവിടുത്തെ റിവേഴ്സ് ഒക്കെ എങ്ങോട്ടായിരിക്കും ഡ്രെയിൻ ചെയ്യുക? ഏത് ഓഷ്യനിലേക്കായിരിക്കും ഡ്രെയിൻ ചെയ്യുക? സൈബീരിയ എന്നുള്ളത് ആർട്ടിക് ഓഷ്യനിലേക്കായിരിക്കും ഡ്രെയിൻ ചെയ്യുക, റൈറ്റ്? സോ റിവേഴ്സ് ഫ്ലോ ടുവേർഡ്സ് ദ നോർത്ത്, ഓക്കെ, ആൻഡ് ദ ഡ്രെയിൻ ഇൻ ടു ദ ആർട്ടിക് ഓഷ്യൻ, റൈറ്റ്? ഓക്കെ. ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവേഴ്സ്? ഓബ് എന്ന് പറയുന്ന റിവർ ഉണ്ട്, ഓക്കെ. ഓബ് റിവർ, യെനീസെ, YENISEY, യെനീസെ റിവർ, and river Lena, LENA. Ob, exists Yenisei, YENISEY, and exists Lena, LENA. So rivers flow towards the north. Okay, since the slope is from south to north. Okay. Appam rivers nokiye. The map you can see these rivers. Ob enna river kando. This is Ob River, Yenisei River, okay, and Lena എന്ന് പറയുന്ന river ഇവിടെ എവിടെയുണ്ട്. This is Lena River, right?
So all these rivers are actually flowing towards the Arctic Ocean. Okay. നോർത്തിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, റൈറ്റ്. ഇനി ആർട്ടിക് ഓഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും കണ്ടീഷൻ? അവിടെ എന്തായിരിക്കും കണ്ടീഷൻ? ദാറ്റ് ഇസ് സ്നോ കവേർഡ് ആയിട്ടുള്ള റീജൻസ് അല്ലേ? ആ സ്നോ കവേർഡ് ആയിട്ടുള്ള റീജൻസ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ വാട്ടറിന് ഭയങ്കര ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റുമോ ആർട്ടിക് സീയിലേക്ക്? ലൈക്ക് ഫ്രീ, ലൈക്ക് അതുകൊണ്ട് ലൈക്ക് അത് ഫ്രീസ് ആയി പോകുന്നല്ല. ഓക്കെ, ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ ഗെറ്റ് ഫ്രോസൺ. പക്ഷെ എന്തായിരിക്കും സംഭവിക്കുക? ഫ്രഷ് വാട്ടർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ എന്തായിരിക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കും? വാട്ടർ ലോക്ഡ് കണ്ടീഷൻസ് അവിടെ ഉണ്ടാവും, റൈറ്റ്. ഇതിന്റെ ഈ എഡ്ജസിലൊക്കെ എന്തായിരിക്കും? വാട്ടർ ലോക്ഡ് സ്വാം ലൈക്ക് കണ്ടീഷൻസ് ഉണ്ടാവും, റൈറ്റ്. സോ rivers flow to the north, so the mouth of the river is actually getting blocked by Arctic snow. So അതുകൊണ്ട് എന്ത് ഫോം ചെയ്യാം? swamps അവിടെ ഫോം ചെയ്യുന്നുണ്ട്, റൈറ്റ്. So rivers like Ob, Yenisei and Lena actually flow towards the Arctic Ocean. ആർട്ടിക് ഓഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി സ്നോ കവേർഡ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഈ റിവറിന് ഫർദർ നോർത്ത് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അത് ബ്ലോക്ക്ഡ് ആവും. എന്ത് സംഭവിക്കും? ലൈക്ക് അവിടെ സ്വാംസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു പ്ലെയിന്റെ പേരാണ് ടുറാൻ, TURAN, ടുറാൻ പ്ലെയിൻസ്, വിച്ച് ഇസ് ഡ്രെയിൻഡ് ബൈ 2 rivers, സൈർ ദരിയ ആൻഡ് അമു ദരിയ. ഓക്കെ, ഇത് 2 റിവേഴ്സ് ആണ്. ഈ 2 റിവേഴ്സും കൂടെ വന്നിട്ട് അൾട്ടിമേറ്റ്ലി ഫോം ചെയ്യുന്ന ലേക്കിന്റെ പേരാണെന്ത്? ദാറ്റ് ഇസ് അരൽ സീ. ഓക്കെ, കുറച്ച് വലിയ ലേക്ക്, ദാറ്റ് ഇസ് വെരി കോൾഡ് ആസ് അരൽ സീ, റൈറ്റ്. പക്ഷെ ഈ റീസെന്റ് ഇപ്പൊ എന്താ സംഭവിക്കുക? അരൽ സീക്ക് എന്താ സംഭവിച്ചേ? ഈ പറയുന്ന ലൈക്ക് സിർ ദരിയ ആൻഡ് അമുദരിയ, റൈറ്റ്, ഈ 2 ചാനൽസിനെയും റഷ്യ പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് വാട്ടറിനെ ഇവിടുന്ന്. അതുകൊണ്ട് എന്തായിരിക്കും? അരൽ സീയിലേക്ക് എത്തുന്ന വാട്ടർ ഇപ്പൊ കുറവാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അരൽ സീക്ക് എന്ത് സംഭവിക്കും? അതുകൊണ്ട് അരൽ സീ ഈസ് ആക്ച്വലി ഷ്രിങ്കിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് an ecological concern, right? Shrinking of Aral Sea, right? Because of the Soviet diversification of water, diversion of water from the tributaries, from the rivers that are flowing to Aral Sea, right? So Turan Plain is drained by 2 rivers, that is Sair Daria and Amu Daria. ഈ പറയുന്ന 2 റിവറും കൂടെ അൾട്ടിമേറ്റ്ലി അരൽ സീയിലേക്ക് എത്തും. പക്ഷെ ഈ പറയുന്ന റിവറിലെ വാട്ടറിനെയൊക്കെ പല സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താ? അരൽ സീ ഇന്ന് ചെറുതായിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ ഷ്രിങ്കിങ് ഓഫ് അരൽ സീ ഈസ് ആൻ എക്കോളജിക്കൽ കൺസേൺ നൗ, റൈറ്റ്. ഈ സ്ഥലം നോക്കിയാൽ അരൽ സീ നോക്കി എവിടെയാണ്? കണ്ടോ? അരൽ സീ കണ്ടോ? ദിസ് ഇസ് അരൽ സീ. കാസ്പിയൻ സീന്റെ തൊട്ടിപ്പുറത്തോട്ട് മാറി, റൈറ്റ്. സോ ദിസ് അരൽ സീ. സോ 2 ലൈക്ക് അതിലേക്ക് വരുന്ന 2 റിവേഴ്സ്, Sair Daria and Amu Daria, right? These are actually getting diverted. Waters of these rivers are actually getting diverted, right? Sair Daria and Amu Daria, which end up at Aral Sea, right? Okay. റഷ്യയുടെ പാട്ടല്ലേ ഇപ്പൊ അത് കണ്ടല്ലേ വരുന്നേ? കസാഖിസ്ഥാൻ. പണ്ട് ഇതൊക്കെ എന്തായിരുന്നു? സോവിയറ്റ് യൂണിയന്റെ അണ്ടറിലുണ്ടായിരുന്നായിരുന്നു. Political map illa. Okay, Kazakhstan. Okay, that is regarding the northern lowlands. So northern lowlands, one side like Siberian plains nu parayum. The slope is towards the north. Okay. Next part is called as the central mountain mass. Central mountain mass. Sana marikavo central mountain mass. Central mountain mass. Okay. അതൊരു സൈഡിൽ നിന്ന് വരച്ചു പോയാൽ മതി. ആദ്യം ഈ സാധനം വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് പാമിർ. ഓക്കെ, പാമിർ എന്ന് പറയുന്ന ഒരു റൗണ്ട് ഒരു പോയിന്റ് വരയ്ക്കാം, ബക്ലിംഗ് പോയിന്റ് എന്ന് പറയും, റൈറ്റ്. സോ ദിസ് ഇസ് പാമിർ. ഈ പാമിറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ് കുൻ ലുൻ ഷാ, റൈറ്റ്. Then we are also having Himalayas. Himalayas continues as Arakan Yoma. ഒന്ന് നോക്കിയിട്ട് പിന്നെ വരച്ചോ. ഓക്കെ, സോ പാമർ റൂഫ് ഉണ്ട്, പാമർ ബക്ലിംഗ് പോയിന്റ് ഉണ്ട്, അവിടേക്ക് ബക്കിൾ ചെയ്യുന്ന ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ് കുൻലുൻ ഷാ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇസ് ഹിമാലയാസിന്റെ കണ്ടിന്യൂഷൻ ആണ് അരാക്കൻ യോമ, റൈറ്റ്. ആൻഡ് ഓൾസോ ഹിമാലയാസിന്റെ ഫുഡ് ഹിൽസ് വരുന്ന അനദർ ഹിൽ ഇസ് ശിവാലിക്, റൈറ്റ്. ഓക്കെ,
Then പാകിസ്ഥാനിലുള്ള ഹില്ലാണ് ദാറ്റ് ഇസ് സുലൈമാൻ റേഞ്ചസ് ആൻഡ് ദിസ് മൗണ്ടൻ ഈസ് ത്രൂ അഫ്ഗാനിസ്ഥാനൊക്കെ പോകുന്നതാണ് ദാറ്റ് ഇസ് ഹിന്ദു കുഷ് മൗണ്ടൻ റൈറ്റ്. ഓക്കെ, സോ ഈ കുൻലുൻ ഷായുടെ ഹിമാലയാസിന്റെ ഇടയിലുള്ള പ്ലാറ്റുവിന്റെ പേരാണ് ടിബറ്റൻ പ്ലാറ്റു. ആൻഡ് ഇവിടെ ഈ പറഞ്ഞതുപോലെ അർമേനിയ വരെ ഈ ഹിന്ദു കുഷ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻ അർമേനിയ വേറെയും കുറെ എൻഫോൾഡ് മൗണ്ടൻസ് വരുന്നുണ്ട്. ഹിന്ദു കുഷിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് വരുന്നതാണ് എൽബ്രൂസ് എന്ന് പറയുന്ന മൗണ്ടൻ റേഞ്ച്. ELBURZ എൽബ്രൂസ്. ഇവിടെ സഗ്രോസ് എന്ന് പറയുന്ന മൗണ്ടൻ ഉണ്ട്, ഇവിടെ ടൗറസ് എന്ന് പറയുന്ന മൗണ്ടൻ ഉണ്ട്, ഇവിടെ പോണ്ടിക് എന്ന് പറയുന്ന എൻഫോൾഡ് മൗണ്ടൻസ് ഉണ്ട്. ഇതൊക്കെ എൻഫോൾഡ് മൗണ്ടൻസ് ആണ് റൈറ്റ്. അപ്പൊ അങ്ങനെ പോണ്ടിക്കിന്റെയും ടൗറസിന്റെയും ഇടയിലുള്ള പ്ലാറ്റു ആണ് അനാറ്റോളിയൻ പ്ലാറ്റു. ടൗറസിന്റെയും സഗ്രോസിന്റെ ഇടയിലുള്ള പ്ലാറ്റു ആണ് അറേബ്യൻ പ്ലാറ്റു. എൽബ്രൂസിന്റെയും സഗ്രോസിന്റെ ഇടയിലുള്ള പ്ലാറ്റു ആണ് ഇറാനിയൻ പ്ലാറ്റു. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് പാമർ. പാമർ ഇസ് എ ബക്ലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അത് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് പാമർ നോട്ട്. പാമർ നോട്ട് എന്നാണ് വിളിക്കുക. ഏതാടാ, ഇതാണോ അർമേനിയ? എൽബ്രൂസ് EL ഇതാണോ? ഇതാണോ? ഇതല്ലേ? ഇതാണോ ടൗറസ്? TAURUS ടൗറസ്. പോണ്ടിക്, ടൗറസ്, സഗ്രോസ്, എൽബ്രൂസ്, അർമേനിയ. ഇതൊക്കെ എന്ത് ടൈപ്പ് പ്ലാറ്റ്യൂസാ? ബിറ്റ്വീൻ ടു മൗണ്ടൻസ് റൈറ്റ്. കുൻലുൻ ഷാ, ഹിമാലയാസ്, അരാക്കൻയോമ, ശിവാലിക്, പാമിർ, സുലൈമാൻ, ഹിന്ദുകുഷ്, എൽബ്രൂസ്, സഗ്രോസ്, ടൗറസ്, പോണ്ടിക്, അർമേനിയ, അനാറ്റോളിയൻ പ്ലാറ്റു, അറേബ്യൻ പ്ലാറ്റു, ഇറാനിയൻ പ്ലാറ്റു, ടിബറ്റൻ പ്ലാറ്റു. ഇവിടെ പ്ലാറ്റു ഇല്ല എന്നാണോ? ഇതോ ഇതോ ഇതാണോടാ? ഇതോ ടൗറസ് TAURUS. പഠിച്ചല്ലേ റൈറ്റ്. സോ ദിസ് ഈ പാമറിന്റെ പ്രത്യേകത എന്താ? What is the significance of Palmer? You'll see that all the Engfold mountains are actually connected to this particular place. അല്ലെ? എല്ലാം ഇവിടെ വന്നിട്ട് ബക്കിൾ ചെയ്യുന്നില്ലേ? അല്ലെ? So that is why Palmer is called as Palmer Knot എന്നാ വിളിക്കുക right? Palmer is also called as the roof of the world. Okay. It is called as roof of the world. Palmer is called as roof of the world. It is the buckling point of all Engfold mountains. ഏതാ ഈ മൗണ്ടൻ? പീക്ക് ആണോ എന്നാണ് ചോദിക്കാം. മൗണ്ടൻ എന്ന് പറയും. ഓക്കെ, ഇതെല്ലാം കൂടി വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലം പീക്കാ. ഹൈറ്റ് ഒന്നും അറിയില്ല. So Palmer is called as the roof of the world, where all the Engfold mountains in Asia actually buckles. Buckling point of all Engfold mountains. And again, Arakaniyomയുടെ continuation ആണ് എന്ത്? Andaman Nicobar Islands. Okay. And again, ഈ ഗ്രൂപ്പിൽ തന്നെ വരുന്നതാണ് Andaman Nicobar Islands. They are submerged peaks of like Arakanyoma or Himalayas, right? Okay. ഇനി നമ്മള് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഹിമാലയാസ് പറഞ്ഞപ്പോ we told that age of the mountain actually decreases, right? അല്ലെ? Age of the mountain decreases when we move from
north to south. So that is age of the mountain decreases when we move from north to south. Age of the mountain decreases when we move from north to south. Okay. അതായത് നമ്മൾ ഈ കുൻലുൻ ഷാ വരച്ചില്ലേ, ഈ കുൻലുൻ ഷാക്ക് മുകളിലായിട്ട് വേറെയും കുറെ യങ്ഫോൾഡ് മൗണ്ടൻസ് ഉണ്ട്, റൈറ്റ്? സോ നോർത്ത് ഓഫ് കുൻലുൻ ഷാ, മനസ്സിലായോ? ഈ പറയുന്ന കുൻലുൻ ഷാ ഇല്ലേ, സോ ഇതിന്റെ നോർത്തിലായിട്ട് ഇവിടെ ഒക്കെ ആയിട്ട് വേറെയും കുറെ യങ്ഫോൾഡ് മൗണ്ടൻസ് ഉണ്ട്, റൈറ്റ്? ഓക്കെ, ആ യങ്ഫോൾഡ് മൗണ്ടൻസ് ആണ് നമ്മൾ ഈ വരച്ചേക്കുന്നത്. ഓക്കെ, സോ വേർ ആർ ദീസ് 4 യങ്ഫോൾഡ് മൗണ്ടൻസ് എബവ് കുൻലുൻ ഷാ. ഏതൊക്കെയാ? ചുക്കോത്സ്, CHUKOTSK. Okay, Chukots, Verkhoyansk. Okay, VERKHOYANSK. Then Altai Mountain and Tinsha Mountain. അതിന്റെ താഴെയാണ് കുൻലുൻ ഷാ വരുന്നത്, മനസ്സിലായോ? So Chukots, Verkhoyansk, Altai and Tinsha. So basically നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് ഏറ്റവും ഓൾഡർ ആയിട്ടുള്ള യങ്ഫോൾഡ് ഏതായിരിക്കും? Chukots. Okay, ആ സാധനമായിരിക്കും, റൈറ്റ്? So age of the mountain actually decreases when we move from north to south, right? So ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള യങ്ഫോൾഡ് മൗണ്ടൻ ഇതിനകത്ത് ശിവാലിക്സ് ഒക്കെ ആയിരിക്കും, റൈറ്റ്? Okay, and ഈ പറയുന്ന ലൈക്ക് സെൻട്രൽ മൗണ്ടൻ മാസ് റീജിയനിൽ യു ആർ ഓൾസോ ഹാവിംഗ് ഗോബി ഡെസേർട്ട്. ഓക്കെ, ഗോബി ഡെസേർട്ട് ചൈനയുടെ ഒക്കെ നദേൺ സൈഡിൽ വരുന്ന ഡെസേർട്ട്, ഗോബി ഡെസേർട്ട്, റൈറ്റ്? ഗോബി ഡെസേർട്ട്. So that is the second physiographic division. First one എന്തായിരുന്നു? Northern lowlands, right? So the rivers are actually flowing towards the north, that is towards the Arctic Ocean. Second one was central mountain mass, അല്ലെ? Central mountain mass, right? എഴുതിയിട്ടില്ല, ഒരു മിനിറ്റ്. Okay, second one was central mountain mass. So എല്ലാ യങ്ഫോൾഡ് മൗണ്ടൻസും കൂടെ ബക്കിൾ ചെയ്യുന്ന എവിടെയാ? That is at Pamir, right? കുൻലുൻ ഷാ, ഹിമാലയാസ്, ശിവാലിക്, സുലൈമാൻ, ഹിന്ദുകുഷ് ആൻഡ് എൽബ്രൂസ്, സഗ്രോസ്, ടൗറസ്, ടോണ്ടിക്, റൈറ്റ്? ഇതിന്റെ ഇടയിലൊക്കെ ഇന്റർമൗണ്ടൈൻ പ്ലാറ്റ്യൂസ് ഉണ്ട്, റൈറ്റ്? ലൈക്ക് അതൊക്കെയാണ് ടിബറ്റൻ പ്ലാറ്റ്യൂ, ഇറാനിയൻ പ്ലാറ്റ്യൂ, അറേബ്യൻ പ്ലാറ്റ്യൂ ആൻഡ് അനാട്ടോളിയൻ പ്ലാറ്റ്യൂ. വിൽ സീ ദാറ്റ് വേറെ ആസ്പെക്ട്സ് കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം, റൈറ്റ്? Age of the mountain actually decreases when we move from north to south. Okay, the next third physiographic division, that is plateaus of south. Plateaus of south. Plateaus of south. Basically they are composed of hard metamorphic rocks. ഏതൊക്കെയാ plateaus വരുന്നത്? പ്ലാറ്റ്യൂ വരും. അടുത്തെന്താ? Next is Indo-China regionിലേക്ക് വരും, right? In Indo-China region we are having like Shan Plateau and Yunnan Plateau in China. Okay, and the plateaus ന്റെ പ്രത്യേകത എന്താ? They are actually dissected. Why? Because of rivers. Okay, monsoon ഉള്ളത് കൊണ്ട് കുറെ rivers ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? Like these plateaus are actually dissected. Okay, these plateaus are dissected. Plateaus are dissected due to monsoon rains. Plateaus are dissected because of monsoon rains, right? So plateaus of the south would include Arabian Plateau, അല്ലെ? പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ഡെക്കാൻ പ്ലാറ്റ്യൂ, പിന്നെ ലൈക്ക് ചൈനയുടെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? That is Shan Plateau and Yunnan Plateau, right? And most of the plateaus are dissected because of heavy monsoon, right? Third feature എന്താ? അല്ല, fourth എന്തായിരുന്നു? നാലാമത്തെ എന്താ? That is river valleys. So river valleys ഏതൊക്കെയാ? They are identified as the most productive region, fertile region, right? Because of the presence of alluvium, right? So they are densely populated. Important river valleys ഏതൊക്കെയാ? Persian Gulfിലെ important ആയിട്ടുള്ള river valleys ആണ് Tigris, by river Tigris and river Euphrates. Tigris and Euphrates.
in Persian Gulf. Indus and Ganges in Indian Peninsula. So important river valleys are Tigris and Euphrates. Tigris and Euphrates in Persian Peninsula. Sorry, Persian Gulf. Indus and Ganges in Indian Peninsula. Irrawaddy and Salween in Myanmar. River Irrawaddy and Salween. SALWEEN, Salween. Irrawaddy and Salween in Myanmar. Okay. Then Meenam and Mekong of Southeast Asia. MENA, Meenam and Mekong of Southeast Asia. Meenam and Mekong of Southeast Asia. Meenam and Mekong of Southeast Asia. Okay. In other words, China is rivers under that is Xiang, Chang, Xiang, and Huanghe. Another Chang Xiang is the longest river in China. Right. Chang Xiang. So these are the river basins in China: Xinjiang Basin, Changxiang Basin, and Huanghe Basin. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യോ ലൈക്ക് വെയിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഹലോ, ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിരുന്നു.